ഏതെങ്കിലും രീതിയിൽ വളർച്ചാ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ വളർച്ചാ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കുട്ടികളെ, അത്തരത്തിലുള്ള കുട്ടികളെ ഡെവലപ്മെൻ്റൽ സ്ക്രീനിംഗ് വഴി നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് വേണ്ട തെറപ്പീസ് കൊടുക്കുകയുമാണ് ഒരു ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ പ്രൈമറിലി ചെയ്യുന്നത്. Early Intervention Center is a specialized facility that provides comprehensive service to the young children who may be experiencing developmental delay or disability. The primary aim of this center is to identify and address the challenges early on. കുട്ടികളിലുണ്ടാകുന്ന വളർച്ചാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഇവർക്ക് ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ സ്വയം ചെയ്യുവാനുള്ള കഴിവ് മെച്ചപ്പെടുത്തിയെടുക്കുക എന്നതാണ് നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നത്. കുട്ടികളുടെ സെൻസറി പ്രശ്നങ്ങൾ, ഐ ഹാൻഡ് കോർഡിനേഷൻ, ഗ്രോസ് മോട്ടോർ ഫങ്ഷൻസ്, ഫൈൻ മോട്ടോർ ഫങ്ഷൻ എന്നിവ നമ്മൾ പരിശീലിപ്പിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യാൻ കഴിവുള്ളവരാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജനിതക വൈകല്യങ്ങൾ മൂലമുണ്ടാകുന്ന മോട്ടോർ ഡിസ്ഫങ്ഷൻസ്, അതേപോലെ സെറിബ്രൽ പാൾസി, ADHD, ഓട്ടിസം, ഡെവലപ്മെൻ്റൽ ഡിലേസ് എന്നീ അസുഖങ്ങൾക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്വാറ്റിക് തെറാപ്പി, അതേപോലെ തന്നെ വിർച്വൽ റീഹാബിലിറ്റേഷൻ എന്നീ സംഭവങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്വാറ്റിക് തെറാപ്പിയിൽ നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മാറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിർച്വൽ റീഹാബിലിറ്റേഷനിൽ ഇതേപോലെ തന്നെ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഏറ്റവും നൂതനമായിട്ട് ഉള്ളൊരു ഇൻ്റർവെൻഷനാണ് റോബോട്ടിക് റീഹാബിലിറ്റേഷൻ, റോബോട്ടിക് ഗേറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു റോബോട്ടിൻ്റെ റോബോട്ടിക് ആംസിൻ്റെ സഹായത്തോടു കൂടി പരിമിതിയുള്ള ശരീരാവയവം, ബേസിക്കലി കാലുകളാണെങ്കിൽ ആ കാലുകളിൽ അതിനെ പാസീവായിട്ട് മൂവ് ചെയ്യിച്ചുകൊണ്ട് അതിൻ്റെ തോത് കൃത്യമായിട്ട് അവരുടെ പേശികൾ ബലപ്പെടുന്ന രീതിയിൽ അതിനെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ആ മൊബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവുക. അതാണ് ഒരു പരിധിവരെ സിമ്പിളായി പറഞ്ഞ റോബോട്ടിക് റീഹാബിലിറ്റേഷനിൽ ചെയ്യുന്നത്. കേവലം ഒരു കുട്ടിയുടെ മൊബിലിറ്റി മാത്രമല്ല നമ്മൾ മാറ്റുന്നത്, ഒരു ജീവിതവും മാത്രമല്ല മാറ്റുന്നത്. അതിലൂടെ ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സൊസൈറ്റിയുടെ മൊത്തം ഡെവലപ്മെൻറ്റിന് സാധ്യമാവുമെന്നുള്ളതാണ് വസ്തുത. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സെൻസറി ഏരിയാസിൽ ഇഷ്യൂസ് ഫൈൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്ത റൂമാണ് മൾട്ടി സെൻസറി റൂം. ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വിഷ്വലി, ഓഡിറ്ററി, ടാക്ടൈലി, പ്രോപ്രിയോസെപ്ഷൻ ഇതേപോലുള്ള സെൻസറി ഇഷ്യൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള റൂമാണ് ഇത്. കുട്ടികളിൽ കാണുന്ന ഡെവലപ്മെൻ്റൽ ഡിലേ, അപസ്മാരം, ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള ലക്ഷണങ്ങൾക്ക് ഒരു ജനിതക അവസ്ഥയുടെ ഭാഗമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അത്തരമൊരു ജനറ്റിക് ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായി ചെയ്യേണ്ട മെഡിക്കൽ ജനറ്റിക്സ് ഇവാലുവേഷൻ, അതുപോലെ ആ ടെസ്റ്റിനെ പറ്റി പറഞ്ഞു തരുന്ന പ്രീ ടെസ്റ്റ് കൗൺസിലിങ്ങും, അതുപോലെ തന്നെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നതിന് ശേഷം കൊടുക്കുന്ന ഒരു പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിങ്ങും, അതായത് പോസ്റ്റ് ടെസ്റ്റ് ജനറ്റിക് കൗൺസിലിങ്ങും നമ്മുടെ സെൻറ്ററിൽ അവൈലബിൾ ആണ്.
We are very happy that preparatory classroom have been working in our center for the past 1 year, and nearly 75% of our kids have got admission to normal schools in the current academic year.